സമീപകാലത്ത് NSS ചെയ്ത ഏറ്റവും വലിയ നല്ല കാര്യം വീടുകളിൽ പട്ടിണിയും പരിവട്ടവുമായി കിടന്ന കുടുംബങ്ങൾക്ക് സ്വാശ്രയ സംഘങ്ങളിലൂടെ സ്വാശ്രയത്വ ബോധമുണ്ടാക്കിയെടുക്കാനും സ്വന്തം കാലിൽ നിൽക്കാനുമുള്ള അവസരമുണ്ടാക്കി കൊടുത്തു എന്നുള്ളത് അഭിമാനകരമാണ്. 20,000 സ്വാശ്രയ സംഘങ്ങളിലൂടെ 4 ലക്ഷത്തോളം 4 കോടി രൂപയോളം ക്രയവിക്രയം ചെയ്യാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തത് ചെറിയ കാര്യമാണോ? സമൂഹത്തിൽ വരുത്തിയ മാറ്റം ചെറുതാണോ? സ്വന്തം സമുദായത്തിന്റെ അഭ്യുന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തന്നെ കറകളഞ്ഞ മതേതരവാദിയായിരുന്നു ശ്രീ മന്നത്ത് പത്മനാഭൻ. അദ്ദേഹം പടുത്തുയർത്തിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാവർക്കും വേണ്ടിയായിരുന്നു. NSS വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇവിടെ എല്ലാവരും പഠിക്കും, സാക്ഷരതയിലേക്ക് കേരളം നീങ്ങണം, വിദ്യ അഭ്യസിക്കാൻ ജാതിയും മതവും തടസ്സമാകരുത്. ഇതെല്ലാം ശ്രീ മന്നത്ത് പത്മനാഭൻ ഈ സ്ഥാപനങ്ങൾ തുടങ്ങിയ സമയത്ത് തന്നെ നൽകിയ ഉപദേശമാണ്. ഇതര സമുദായങ്ങൾക്ക് ശോഭകരമായ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചിട്ടാണ് NSS എന്ന മഹാപ്രസ്ഥാനം ആരംഭിച്ചത്. ആ നിലവിളക്കിന്നും അതേ ശോഭയോടെ കത്തിക്കൊണ്ടിരിക്കുന്നു. വർഗീയതയുടെ മഹാന്ധകാരം ചുറ്റും മൂടുമ്പോൾ NSS എന്ന മഹാപ്രസ്ഥാനം ഒരു നിലവിളക്കിലെ തിരിയായി നമ്മുടെ മുന്നിലുണ്ട്. കത്തിച്ചു വെച്ചൊരു നിലവിളക്ക് പോലെ ഈ വർഗീയതയ്ക്കെതിരെ പോരാടാൻ NSS നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നത് അഭിമാനകരമാണ്. മതനിരപേക്ഷതയുടെ ഏറ്റവും ജാജ്വല്യമായ ബ്രാൻഡ് അംബാസിഡർ അല്ല, ശ്രേഷ്ഠവും കുലീനവുമായ ബ്രാൻഡാണ് NSS എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മതനിരപേക്ഷതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് മതനിരപേക്ഷത രാജ്യത്ത് ഉറപ്പുവരുത്താനും വർഗീയമായ അക്രമങ്ങളെ ചെറുക്കാനും മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനും NSSഉം അതിൻ്റെ നേതൃത്വവും കാലാകാലങ്ങളായി നൽകി വരുന്ന സംഭാവനകളെ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സല്യൂട്ട് ചെയ്യാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ രാഷ്ട്രീയ സിംഹാസനങ്ങൾ വെട്ടിപ്പിടിക്കാൻ, രാഷ്ട്രീയ അധികാരം വെട്ടിപ്പിടിക്കാൻ ശ്രമങ്ങൾ നടത്തുന്ന ഈ കാലഘട്ടത്തിൽ NSS മുന്നോട്ട് വെക്കുന്ന മതനിരപേക്ഷതയുടെ മഹാദർശനം ഉയർത്തിപ്പിടിക്കാനായി ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ പാലിക്കുന്ന ജാഗരൂകതയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, കേരള സമൂഹത്തിന് വേണ്ടി NSSനോട് നന്ദി പറയാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മതവൈരവും വർഗീയതയും ആളിക്കത്തിച്ചുകൊണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ മന്നത്ത് പത്മനാഭൻ ഉയർത്തിപ്പിടിച്ച മതേതരത്വത്തിൻ്റെ മഹത്തായ കൊടിക്കൂറ ഉയരങ്ങളിലേക്ക് പറപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. ഷഷ്ടിപൂർത്തി ആഘോഷത്തോട് അനുബന്ധമായൊരു ചടങ്ങിൽ ഒരാൾ മന്നത്ത് പത്മനാഭന് ഊന്നുമടി കൊടുത്തു. ആ ഊന്നുമടി കിട്ടിയപ്പോൾ അദ്ദേഹം സമുദായാചാര്യം പറഞ്ഞത് ഇങ്ങനെ: മന്നത്തിന് വയസ്സായി, ഇനിയും വടിയും കുത്തി നടന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ സമ്മാനമെങ്കിൽ തെറ്റിപ്പോയി. മന്നത്തിന് വയസ്സാവുകയില്ല. സമുദായത്തിന് നേരെ വരുന്ന ഓരോ തല്ലും തടുക്കാനും പകരം കൊടുക്കാനും വേണ്ടി ഈ വടി ഞാൻ സ്വീകരിക്കുന്നു. അദൃശ്യമായ ഈ വടി ശ്രീ G. സുകുമാരൻ നായരുടെ കൈകളിൽ ഉണ്ട് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. മതസ്പർദ്ധ പരത്താനുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശ്രമങ്ങൾ നമ്മൾ കാണണം. മനുഷ്യനെ മനുഷ്യനായി കാണണമെന്ന് മന്നമെന്നും ആഗ്രഹിച്ചത് അതിനുവേണ്ടിയായിരുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന മഹത് വചനമായിരുന്നു അദ്ദേഹം എന്നും ഉയർത്തിപ്പിടിച്ചത്. ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും ശാന്തിയും സമാധാനവും നൽകാനുള്ള മഹത് വചനങ്ങളെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മതേതര നിലപാടുമായിട്ടാണ് എന്നും ശ്രീ മന്നത്ത് പത്മനാഭൻ NSS മുന്നോട്ട് പോയിട്ടുള്ളത്. സ്വന്തം സമുദായത്തിലും സമൂഹത്തിലും പരിഷ്കരണം കൂടിയേ തീരുവെന്ന മന്നം മുന്നോട്ട് വെച്ച ലക്ഷ്യം ഇന്ന് NSS വീണ്ടും ശക്തമായി തന്നെ
മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഞാൻ കരുതുകയാണ്. നായർ ഭവനങ്ങളിൽ നിന്നുള്ള കൊച്ചു കൊച്ചു സംഭാവനകൾ സ്വീകരിച്ച് ആണ് അദ്ദേഹം ഈ വിദ്യാഭ്യാസ സാമ്രാജ്യങ്ങൾ മുഴുവൻ കെട്ടിപ്പടുത്തത്. ജനങ്ങളിൽ നിന്ന് പണം സ്വീകരിച്ചുകൊണ്ട് മഹത്തായ ഒരാശയം സഫലീകരിക്കുകയായിരുന്നു അദ്ദേഹം അന്ന് ചെയ്തത്. സാമ്പത്തികമായ പരിവർത്തനത്തിലാണ് നിസ്തുലമായ പങ്ക് ശ്രീ മന്നം നിറവേറ്റിയത്. മന്നം കൈലേന്ത്യ ദീപശിഖ ഇന്നും തെളിഞ്ഞു കത്തുന്നതിൽ കേരള സമൂഹം NSSനോട് കടപ്പെട്ടിരിക്കുകയാണ്. പിടിയരി പിരിച്ചും കെട്ടുതേങ്ങ വാങ്ങിയും ആന വിഷ്കൈനീട്ടമായി വാങ്ങിയും എല്ലാ സമുദായത്തിനും സമൂഹത്തിനും വേണ്ടി ത്യാഗോജ്ജലമായ പ്രവർത്തനം നടത്തുകയും ചെയ്ത ശ്രീ മന്നത്ത് പത്മനാഭനെ കേരളത്തിൽ എന്തെങ്കിലും മറക്കാൻ കഴിയുമോ? ഈ സമുദായത്തിൻ്റെ അഭ്യുദയം ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇതര സമുദായങ്ങളെ ചേർത്ത് പിടിക്കുന്നു, ഇതര മതവിശ്വാസികളെ ചേർത്ത് പിടിക്കുന്നു. അതാണ് മന്നത്ത് പത്മനാഭൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഈ NSS ഹെഡ്ക്വാർട്ടേഴ്സിൽ ചങ്ങനാശ്ശേരിയിലെ പുതുർപ്പള്ളിയിലെ ചന്ദനക്കുടത്തിന് സ്വീകരണം കൊടുക്കുന്നു. ഞാൻ ഇന്ത്യയിൽ കേരളത്തിൽ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ലത്. ഞാനിവിടെ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. പുതുർപ്പള്ളിയിൽ പറഞ്ഞ ചന്ദനക്കുടത്തിന് NSS സ്വീകരണം കൊടുക്കുന്നു. മതസൗഹാർദ്ദത്തിൻ്റെ ഉജ്ജ്വലമായ പ്രതീകങ്ങൾ എന്നും ഉയർത്തിപ്പിടിച്ചത് NSS തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതനിരപേക്ഷതയുടെ ഈ മഹത്തായ ബ്രാൻഡ് ഞാൻ അടിവരയിടുന്നു. മതനിരപേക്ഷതയുടെ കേരളത്തിൽ തിളങ്ങി നിൽക്കുന്ന ഈ ബ്രാൻഡ് സമൂഹത്തിന് നൽകുന്ന ശക്തിയും ചൈതന്യവും ചെറുതല്ല. കേരള സമൂഹത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള താക്കീതായി മന്നത്തിൻ്റെ ദർശനങ്ങൾ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയും. അതുകൊണ്ട് സമുദായങ്ങൾ തമ്മിൽ തല്ലണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് NSSനോട് പിണക്കവും പരിഭവമെല്ലാം ഉണ്ടാകാം. അതിന് അവരോട് സഹതപിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. ശ്രീ മന്നത്ത് പത്മനാഭൻ ഒരിക്കൽ പറഞ്ഞത് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, കരയുന്നവന് ജീവിക്കാനുള്ള ലോകമല്ല ഇത്. പൗരുഷത്തോടുകൂടി കാര്യം പറയുന്ന ധൈര്യശാലികൾക്ക് മാത്രമേ ജീവിക്കാൻ മാർഗമുള്ളൂ. സമുദായങ്ങളെ തമ്മിലടിപ്പിച്ചും വർഗീയത വമിപ്പിച്ചും രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കുന്നവരെ ധീരതയോടെ തടുത്തു നിർത്തിയ അകന്നു മാറിപ്പോകാൻ ആവശ്യപ്പെടുന്ന NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ ധന്യമായ ഓർമ്മകൾക്ക് മുമ്പിൽ നമോഭാഗം അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.